ജാസ് ഫോട്ടോഗ്രാഫിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഗോൾഡൻ യെല്ലോ കളറിലെ കിലുങ്ങുന്ന ഉഴുന്നുവട കണ്ടിട്ടുണ്ടോ? കിലുക്കം മാത്രമല്ലേ, ടേസ്റ്റി ക്രിസ്പി ഷൈനി ഉഴുന്നുവടയാണിത്. ഇതുപോലെ വലിപ്പമുള്ള വൈറ്റ് ഹോൾ ഉഴുന്ന് വേണം സെലക്ട് ചെയ്യാൻ. 1 കപ്പ് ഉഴുന്നിന് 9 വലിപ്പമുള്ള വട ഉണ്ടാക്കാൻ സാധിക്കും. നന്നായി വാഷ് ചെയ്തിട്ട് 4-5 മണിക്കൂർ കുതിർക്കാനായി വെക്കണം. വൃത്തിയുള്ള ഏതെങ്കിലും പാത്രത്തിൽ വേണം വെള്ളം ഡ്രെയിൻ ഔട്ട് ആകാനായി വെക്കേണ്ടത്. മിക്സിയുടെ ചെറിയ ജാറിൽ കുറേശ്ശെ ഇട്ട് ഫ്രിഡ്ജിലെ നല്ല തണുത്ത വെള്ളം 1 സ്പൂൺ കൂടി ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കണം. ബാക്കിയിരിക്കുന്ന ഉഴുന്നും ഇതുപോലെ കുറച്ച് വീതം ഇട്ട് അരച്ചെടുക്കണം. ഒരു ചെറിയ സവോള ചെറുതായിട്ട് അരിഞ്ഞത്, 10 കുരുമുളക് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചെടുത്തത്, ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി നുറുക്കിയത്, 2 പച്ചമുളക് കുഞ്ഞായിട്ട് അരിഞ്ഞത്, കറിവേപ്പില ചോപ്പ് ചെയ്തത്, 1 സ്പൂൺ കായം, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇത് കണ്ടോ, ഉഴുന്ന് അരച്ചിരിക്കുന്നത് സോഫ്റ്റ് ആകുന്നത് വരെ 3-4 മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോഴാണ് ഉഴുന്നുവട സോഫ്റ്റ് ആകുന്നത്. ഈ ഡിഫറൻസ് നല്ലതായിട്ട് അറിയുന്നില്ലേ? ആദ്യം സ്പൂൺ ഇട്ടപ്പോൾ എത്ര ടൈറ്റായിരുന്നു, ഇപ്പം നോക്കിക്കേ എത്ര ലൂസായിട്ടാണ് മാവിരിക്കുന്നതെന്ന്. മാവ് നന്നായിട്ട് ലൂസാകുന്നത് വരെയും മിക്സ് ചെയ്യാൻ മറക്കരുത്. ഉഴുന്ന് മാവ് നല്ല ലൂസായിട്ടുണ്ട്. കൈയൊന്ന് നനച്ചിട്ട് ചൂടായ എണ്ണയിലേക്ക് ചെറിയ ഉരുളകളായി എടുത്ത് സെൻറ്റർ ഇതുപോലെ വിരൽ കൊണ്ട് ഷേപ്പാക്കിയിട്ട് എണ്ണയിലേക്ക് ഇടണം. എണ്ണയിലേക്ക് ഇട്ടപ്പോഴേക്കും എയർ ഹോൾസൊക്കെ ഉണ്ടായി പൊന്തി വരുന്നത് കണ്ടോ? സിമ്മിലിട്ട് വേണം ഇനി ഫ്രൈ ചെയ്യാൻ. 2-3 പ്രാവശ്യം ഇത് തിരിച്ചിട്ട് കൊടുക്കണം. ഇത് ബ്രൗൺ കളർ ആകുന്നത് വരെ വെക്കേണ്ട ആവശ്യമില്ല. സിമ്മിലിട്ടേക്കുന്നത് കൊണ്ട് ഈ ഗോൾഡൻ യെല്ലോ കളറിൽ തന്നെ ഇതെടുക്കണം. ക്രിസ്പിയായ ടേസ്റ്റിയായ ഉഴുന്നുവട റെഡി ആയിട്ടുണ്ട്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. ജയ് ഹിന്ദ്.